അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവായ അഖിലേശ്വരൻ്റെ അനുഗ്രഹീതമായ ആശ്വാസവചനങ്ങൾക്ക് മുമ്പിൽ ആയിരം അഭിവാദ്യങ്ങൾ ആദ്യമായി അർപ്പിച്ചുകൊള്ളുന്നു. നേട്ടങ്ങളുടെയും പുരോഗതികളുടെയും നെറുകയിൽ 21-ാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാലത്ത് നവീനം എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് പ്രാചീനമായി മാറിയിരിക്കുന്നു. എവിടെയും നിരന്തരമായ മാറ്റങ്ങളുടെ ശങ്കുലിയാണ് കർണപടങ്ങളിൽ മുഴങ്ങുന്നത്. എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. മാറ്റമില്ലാത്തതായി എന്തുണ്ട്? ആരുണ്ട്? കാലാതീതനായി മാറ്റമില്ലാത്ത ഒരാളുണ്ട്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിസ്തുല്യമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അത് മറ്റാരുമല്ല, ലോകചരിത്രത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തുവിന് നിസ്തുല്യത നിരവധിയാണെങ്കിലും അവയെല്ലാം വിവരിക്കുവാൻ എനിക്ക് വാക്കുകൾ പോരാ. ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇനി അനധിവിദൂര ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന പുനരാഗമനം, ഇവയെല്ലാം കൊണ്ടും നിസ്തുലനാണ് ക്രിസ്തു. അവിടുത്തെ മരണം കുരിശുമരണമായിരുന്നു എന്ന് നമുക്കറിയാം. ഇത് ഒരു യാദൃച്ഛിക മരണമായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ തിരുവെഴുത്തുകളിൽ അവയെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ തിരുവെഴുത്തുകൾക്ക് അനുസൃതമായാണ് ക്രിസ്തുവിന് ക്രൂശുമരണം ഏൽക്കേണ്ടി വന്നത്. നിരവധി സാധാരണ മരണങ്ങളും അപകട മരണങ്ങളും കുലപാതകങ്ങളും ഇതപ്പരിന്തം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമാണ്, നിസ്തുല്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം. പുരാതന കാലം മുതൽ പാപപരിഹാരത്തിനായി മനുഷ്യൻ പക്ഷിമൃഗാദികളെ യാഗം അർപ്പിച്ചിരുന്നു. മാനവ പാപപരിഹാരാർത്ഥം ദൈവം അംഗീകരിക്കുന്ന എന്നേക്കുമുള്ള ഏകയാഗം ക്രിസ്തുവിൻ്റെ മരണമായി ദൈവവചനമായ ബൈബിൾ വ്യക്തമാക്കുന്നു. അതിനാലാണ് യാഗമൃഗത്തോട് സദൃശ്യമായി ക്രിസ്തുവിനെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന നാമവിശേഷണം നൽകുന്നത്. അങ്ങനെ യേശുക്രിസ്തു സമസ്ത ജനതകളുടെ പാപം ഏറ്റെടുത്ത ദൈവ കുഞ്ഞാടായി മാറി. ഇരു തസ്കര മധ്യേയുള്ള തൻ്റെ മരണമാണ് വാസ്തവത്തിൽ മാനവ പാപ പരിഹാര മാർഗം. ഇപ്രകാരം മനുഷ്യവർഗത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് സകല മനുഷ്യരുടെയും പാപം പരിഹരിക്കുവാൻ പര്യാപ്തമായ ഒരേ ഒരു യാഗം മാത്രമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതത്രേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം. മാനവർക്ക് വേണ്ടി കുഞ്ഞാടായ ക്രിസ്തു ബലിയായി മരണം അനുഭവിച്ചെങ്കിലും താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതും തൻ്റെ നിസ്തുല്യതകളിൽ ഒന്നത്രേ. ഈ നിലയിൽ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ഏതൊരുവൻ്റെയും പാപ പരിഹാരകനാണ്. ക്രിസ്തുവിൻ്റെ മരണം എനിക്ക് വേണ്ടിയാണ്, അഥവാ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് ആരാണോ വിശ്വസിച്ച് അംഗീകരിക്കുന്നത് അവർക്കാണ് ദൈവദത്തമായ പാപമോചനവും നിത്യരക്ഷയും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നിത്യരക്ഷ എന്നാൽ നിത്യശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. മനുഷ്യൻ ഏവനും പാപി ആയതിനാൽ പാപത്തിൻ്റെ ഫലമായ നിത്യശിക്ഷയ്ക്ക് അവൻ അർഹനാണ്. ഇவ்விധം അർഹമായ നിത്യശിക്ഷയിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് ഒരുവനെ ആനയിക്കുന്നതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭ്യമാകുന്ന രക്ഷ. ഇങ്ങനെ രക്ഷ പ്രാപിക്കുന്നവൻ നിത്യതയിൽ രക്ഷകനായ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. വേദപുസ്തകം പറയുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ പുനരാഗമനവും അതിനോടനുബന്ധ സംഭവങ്ങളുമാണ്. തൻ്റെ കാന്ത എന്ന് പറയുന്നത് തന്നിൽ വിശ്വസിച്ചവരെ ഉദ്ദേശിച്ചാണ്. ഇപ്രകാരം തന്നോടുകൂടെ ഇരിക്കുവാൻ അവകാശം നേടുന്നത് തന്നിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ്. ആകയാൽ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ പന്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ചാരെ ആർക്കും വരാം. ധനവാനോ ദരിദ്രനോ വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ ആരായിരുന്നാലും രക്ഷിതാവായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നിത്യാനുഗ്രഹം നേടാം. ക്രിസ്തുവാകുന്ന രക്ഷയുടെ വാതിൽ ഇന്നും തുറന്നു കിടക്കുകയാണ്. അവിചാരിതമായി ആ കവാടം അടയുന്ന ഒരു സമയമുണ്ട്. അതിനു മുൻപായി ക്രിസ്തുയേശുവിന്റെ സവിധേ വന്ന് നിത്യരക്ഷ പ്രാപിക്കുവാൻ ശ്രോതാക്കളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഇനിയും സ്ഥലമുണ്ട്. ദൈവം നിന്നെയും വിളിക്കുന്നു.